എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരണ്യ കോടതിയിലേക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇറങ്ങുവാണ്. ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ കുറച്ച് നേരം കണ്ണാടി നോക്കി ഇരുന്നിട്ട് തലയിൽ ഒരു ഷോൾ എടുത്തിടും. അന്നേരമാണ് ശരണ്യ അലീന പറഞ്ഞത് ഓർക്കുന്നത്, ഒരാളുടെ മുമ്പിലും തലകുനിക്കേണ്ട കാര്യമില്ല, കാരണം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കണമെന്ന് പറഞ്ഞത് ഓർക്കുന്നത്. അന്നേരം തലേന്ന് ആ ഷോളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു പൊട്ടും എടുത്ത് കുത്തി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് റൂമിലേക്ക് അച്ഛനും അമ്മയൊക്കെ വന്നത്. അച്ഛൻ പിന്നെയും ശരണ്യെ ഉപദേശിക്കുന്നുണ്ട്, മോളെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ, മോളെ ഉപദ്രവിച്ച ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത്, ആരെയും പേടിക്കേണ്ട കാര്യമില്ല, എല്ലാ കാര്യങ്ങളും കോടതി തുറന്നു പറയണം, മോളുടെ ഒപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഈ നാട്ടുകാർ മൊത്തം ഉണ്ട്, കോളനിക്കാർ മൊത്തം ഉണ്ട്, അതുപോലെ നമ്മുടെ സമുദായക്കാരും എല്ലാവരും നമ്മുടെ ഒപ്പമാണ്, അതുകൊണ്ട് മോള് പേടിക്കേണ്ട കാര്യമില്ല, പറഞ്ഞതുപോലെ എല്ലാം ചെയ്തേക്കണം എന്നൊക്കെ പറയുന്നു. അതുപോലെ അമ്മയും പറയുന്നുണ്ട്, മോളെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മോൾക്ക് ഓർമ്മയുണ്ടല്ലോ, അതുപോലെ തന്നെ മോളെല്ലാം കോടതി പറയണം എന്നൊക്കെ പറയുന്നു. പിന്നെ ഒരുപാട് ഉപദേശിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പുറത്തേക്ക് പോകുന്നു. പോയി കഴിയുമ്പം അമ്മ ആ ഷോൾ എടുത്ത് വീണ്ടും തലയ്ക്കടി ഇടുവാണ് ശരണ്യയുടെ. അന്നേരം ശരണ്യ ചോദിക്കും, എന്തിനാമ്മ ഇതിങ്ങനെ ഇടുന്നത് എന്ന് ചോദിക്കുമ്പം മോളെ എല്ലാവരും എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ നിർത്തുവാണേ. അന്നേരം ശരണ്യ ചോദിക്കും, അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്, നമ്മുടെ കൂടെ ഈ നാട് മൊത്തം ഉണ്ടെന്നല്ലേ അമ്മ പറഞ്ഞത്, അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ ഇത് തലയ്ക്കടി ഇടുന്നത്, ഞാൻ എന്തിനാ ആൾക്കാരെ കാണുമ്പോൾ ഒളിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താമേ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ശരണ്യ അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ പറഞ്ഞത് ഈ സമൂഹം മൊത്തം എൻ്റെ കൂടെ ഉണ്ടെന്ന്, ഇനി ഞാൻ സത്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞു കഴിയുമ്പം ഇവരെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോകുമോ, പിന്നെ അവരാരും എന്നെ അന്വേഷിച്ച് വരില്ലേ, നിങ്ങളെങ്കിലും എൻ്റെ കൂടെ കാണില്ലേ എന്നൊക്കെ ചോദിക്കുന്നതേക്കും ആകെ സങ്കടമാകുന്നുണ്ട് അമ്മയ്ക്ക്. അമ്മ കെട്ടിപ്പിടിച്ച് കരയുവേ. അത് കഴിഞ്ഞ് സാരമില്ല ബാ നമുക്ക് പോകാം എന്ന് പറയും. എന്നിട്ട് കയ്യെ പിടിക്കുമ്പം ശരണ്യ ചോദിക്കും, ഈ ഷോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം ഇതിങ്ങനെ തന്നെ ഇടണോ എന്ന് ചോദിക്കുന്നതേക്കും പെട്ടെന്ന് ഷോൾ എടുത്തിട്ട് അത് സാധാരണ നമ്മൾ ഇടുന്ന പോലെ തന്നെ ഫ്രണ്ടിൽ കൂടി ഇട്ടിട്ട് പോകാം എന്ന് പറഞ്ഞ് മോളുടെ കയ്യും പിടിച്ച് ശരണ്യയെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങുവാണ്. പുറത്ത് സഹോദരങ്ങളെ രണ്ടുപേരും അച്ഛനും നിൽപ്പുണ്ടായിരുന്നു. ഇറങ്ങി വന്നു കഴിയുമ്പം അച്ഛൻ ശരണ്യോട് ചോദിക്കും, നമുക്കെന്നാൽ പോയാലോ എന്ന് ചോദിക്കും. ഇറങ്ങാം എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും ശരണ്യയും കൂടെ പോകുന്നത് ഗോപനും ഓമനക്കുട്ടനോട് ഇങ്ങനെ നോക്കി നിൽപ്പുണ്ടേ. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെ അലീനയാണ്. അവരും വണ്ടി പോരുമ്പം ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇരിക്കുമോ കുറേ നേരമായിട്ട്. അന്നേരം അലീന ചോദിക്കും, അച്ഛൻ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന്. അന്നേരം അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ, അങ്ങനെ എന്തെങ്കിലും പെരുമാറ്റം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അതല്ല, വണ്ടി കയറിയിട്ട് ഇതുവരെ അച്ഛൻ എന്നോടൊന്നും സംസാരിച്ചില്ല എന്ന് പറയുമ്പോൾ അത് നിന്നോട് ദേഷ്യമുള്ളതുകൊണ്ടല്ല മോളെ, ഞാൻ അവനെപ്പറ്റി ഓർക്കുമായിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ ജയിലിൽ പോയി കണ്ടപ്പോൾ അവൻ്റെ അവസ്ഥ നീ കണ്ടതില്ലേ, പുറത്തേക്ക് ഇറങ്ങാൻ യാതൊരു ആഗ്രഹവും ഇല്ല, എൻ്റെ ജീവിതം ഇവിടെ കിടന്ന് നശിച്ചോട്ടെ എന്നൊക്കെയല്ലേ അവൻ പറഞ്ഞത്. ഈ പ്രാവശ്യം ജാമ്യം കിട്ടിയില്ല എങ്കിൽ പിന്നെയും 15 ദിവസം ജയിലിൽ തന്നെ കിടക്കണം, പിന്നെയും അടിയും വഴക്കും പലതും അവൻ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അവനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, അച്ഛൻ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, എനിക്ക് മനുഷ്യനിൽ വിശ്വാസം ഉണ്ട് എന്ന്. അന്നേരം മനുഷ്യനിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു പുച്ഛം വരുവാട്ടോ ബാലേന്ദ്രന്. കാരണം ജീവിതത്തിൽ അതൊക്കെയാണല്ലോ നടക്കുന്നത് ബാലേന്ദ്രൻ്റെ, അതുകൊണ്ട് തന്നെ. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുമെന്ന് കരുതിയല്ല ഞാൻ അങ്ങോട്ട് വന്നത്, എനിക്ക് ബ്രിജിത്താമ്മ തന്ന ചില വിശ്വാസങ്ങളുണ്ടായിരുന്നു, ആ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചാണ് ഞാൻ ആ വീട്ടിലേക്ക് കയറി വന്നത്. ആ വിശ്വാസം എനിക്ക് ആദ്യം തന്നത് അച്ഛനെയാണ്, അതിനുശേഷം കൃഷ്ണമോളെ. ആ വിശ്വാസം എൻ്റെ മനസ്സിലുള്ളത് ഉണ്ട്, അത് കൊണ്ട് തന്നെ ഞാൻ പറയുവാണ്, അച്ഛൻ ആ വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകണം, രോഹിത്തിന് ഇന്ന് ജാമ്യം കിട്ടും, എനിക്ക് ഉറപ്പാണ് എന്ന് പറയുമ്പം ഇതൊക്കെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല അച്ഛൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് ബാലേന്ദ്രനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും അവർ വണ്ടി ഓടിച്ച് കോടതിയിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞ് വക്കീലിനെ വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞാൽ വക്കീലിനെ വിളിക്കുവാണ്. അതിനിടയ്ക്ക് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, പുറത്തേക്ക് ഇറങ്ങണ്ട, കണ്ടു കഴിഞ്ഞാൽ കൊത്തിപ്പറിക്കാൻ വേണ്ടി കഴുകന്മാർ നിൽപ്പണ്ടേ എന്ന്. കാരണം ഒരുപാട് മാധ്യമങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട്, അവർ ഇവരെ കണ്ടു കഴിയുമ്പോൾ ചോദ്യങ്ങളുമായിട്ട് അടുത്തോട്ട് ചെല്ലുമല്ലോ, അതുകൊണ്ട്. ബാലേന്ദ്രൻ വക്കീലിനെ വിളിക്കുമ്പോൾ കിട്ടില്ല. അത് കഴിഞ്ഞ് ഗോവർദ്ധനെ വിളിക്കുമ്പം ഗോവർദ്ധൻ ഫോൺ എടുക്കും. ഗോവർദ്ധൻ രാവിലെ വന്ന് കോടതിയിൽ തന്നെ നിൽപ്പുണ്ട്. അന്നേരം വക്കീൽ എന്തി വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് ബാലേന്ദ്രൻ പറയുമ്പം ഗോവർദ്ധൻ പറയുന്നുണ്ട്, വക്കീൽ അകത്ത് കോടതി റൂമിലേക്ക് പോയതാണ്, അതുകൊണ്ടാണ് ഫോൺ എടുക്കാതെ, ഇനിയുള്ള നടപടിക്രമങ്ങളെപ്പറ്റി ചോദിക്കാൻ വേണ്ടി പോയതാണ് എന്ന് പറയും. എന്നിട്ട് നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പാർക്കിങ്ങിലുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാമെന്ന് ഗോവർദ്ധൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും 2 പോലീസ് ജീപ്പ് ഒരു വാനോട് കയറി വരുന്ന കാണും. എന്നിട്ട് ഇവർ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങൂട്ടോ.
ആ വണ്ടി വന്ന് നിന്ന് കഴിയുമ്പോഴേക്കും പണ്ടത്തെ പോലെ തന്നെ ആൾക്കാരെല്ലാം മാധ്യമങ്ങളും എല്ലാം വാനിൻ്റെ ചുറ്റും തടിച്ചു കൂടുവാണ്. ഏതായാലും പോലീസുകാർ വാനിൻ്റെ ചുറ്റും വന്ന് നിന്ന് വളരെ പ്രയാസപ്പെട്ട് വാതിൽ തുറക്കുന്നു. ആദ്യമേ ഇറങ്ങുന്നത് ഹരിയാണ്. ഹരിയുടെ മുഖം കാണുന്നത് ബാലേന്ദ്രൻ്റെ മുഖം ഒന്ന് മുറുകുന്നുണ്ട്. അവന് വലിയ മാറ്റമൊന്നുമില്ല. അവൻ മുഖം ഒന്ന് പയ്യെ മറച്ച് പിടിച്ചങ്ങ് ഇറങ്ങി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രോഹിത്തിനെയാണ്. രോഹിത് ശരിക്കും അവശനാണ്. അവന് പുറത്തേക്ക് വരാൻ പോലും വയ്യ. അവനെ പിടിച്ചാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. മനസ്സ് തളർന്നപ്പം ശരീരവും തളർന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ വയ്യാതെ ഇറങ്ങി പോകുന്നു. അതിനിടയ്ക്ക് ആരൊക്കെയോ രോഹിത്തിനെ തല്ലാനൊക്കെ ചെല്ലുന്നുണ്ട്. പോലീസുകാർ ആ കൈയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് കൊണ്ടുപോകുന്നതൊക്കെ കാണുമ്പോഴേക്കും സഹിക്കാൻ പറ്റുന്നില്ല. ബാലേന്ദ്രനെ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുവാണ്. അന്നേരമാണ് അവരുടെ അടുത്തേക്ക് ഗോവർദ്ധൻ വരുന്നത്. എന്നിട്ട് ഗോവർദ്ധൻ പറയുന്നുണ്ട്, പ്രതികളെ എല്ലാവരും കൊണ്ടുവന്നു, ഇനി ആ പെൺകുട്ടി വന്നം. ഏതായാലും ആ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ ബാലേട്ട എന്ന് ചോദിക്കുമ്പോൾ എന്ത് വിശ്വാസം, നമുക്ക് വരുന്നത് പോലെ വരട്ടെ എന്ന് കരുതി നോക്കി നിൽക്കാം എന്നിങ്ങനെ പറയുവാണ് ബാലേന്ദ്രൻ. അപ്പോഴും ബാലേന്ദ്രനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അലീനയെ, സാരമില്ലാച്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴത്തേക്കും അടുത്ത് പോലീസ് ജീപ്പ് വരുന്നു. അതിൻ്റെ അകത്ത് ശരണ്യുണ്ട്. ശരണ്യയും വന്നിറങ്ങുമ്പോഴത്തേക്കും എല്ലാവരും ചുറ്റും കൂടുന്നുണ്ട്. ശരണ്യെ പോലീസുകാർ പിടിച്ചിറക്കി അകത്തേക്ക് കൊണ്ടുപോകുമ്പം ശരണ്യ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ അലീന നിൽക്കുന്ന കാണും. അലീനെ ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ നോക്കുവാണ്. അലീന അതിലേറെ സങ്കടത്തോടെ ശരണ്യെ നോക്കുന്നുണ്ട്. അവരുടെ നോട്ടത്തിലൂടെ തന്നെ അവർ കാര്യങ്ങൾ പരസ്പരം കൈമാറുന്നുണ്ട്. അലീന പറഞ്ഞ പോലെ ഒരു നോട്ടം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ പോലെ അലീനയുടെ മുഖത്തെ ആ സങ്കടവും വിഷമമൊക്കെ കാണുമ്പം ശരണ്യയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടാകാം. ഏതായാലും ഒരുപാട് വിഷമത്തോടെയാണ് ശരണ്യം അകത്തോട്ട് കയറി പോകുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും മനുവും ശിവനും വരും. എന്നിട്ട് അവർ ചോദിക്കും ബാലേന്ദ്രനോട് അലീനയോട്, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്ന, അകത്തേക്ക് എന്താ കയറി പോകാത്തത് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, അകത്തേക്ക് ആരെയും കയറ്റിയില്ല, പോലീസുകാരും വക്കീലും അതുപോലെ അതിജീവിതയും പ്രതികളും എല്ലാവരും ഉണ്ട്, വേറെ ആരെയും പുറത്തുനിന്ന് ഒരാളെയും അതിൻ്റെ അകത്തേക്ക് കയറ്റില്ല എന്ന് പറയുന്നു. അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട്, ശരണ്യ ഇവിടെ വെച്ചൊന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലേ എന്ന് അലീനയോട്. അന്നേരം ബാലേന്ദ്രൻ പറയും, അതൊന്നും നടക്കുന്ന കാര്യമല്ല, ശരണ്യയുടെ കൂടെ പോലീസുകാരുണ്ടായിരുന്നു, അവർ കൂടെ ഉള്ളപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. സംസാരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് രോഹിത്തിൻ്റെ ഒക്കെ കാര്യം ഒന്ന് സംസാരിക്കാമായിരുന്നല്ലേ എന്നിങ്ങനെ വളരെ പ്രതീക്ഷയോടെ പറയുന്നുണ്ട്. ഏതായാലും അതൊന്നും നടന്നില്ല. ഇനി ആ കുട്ടിയുടെ മനസ്സാക്ഷി അനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ എന്നിങ്ങനെ പറയുന്നു. അപ്പോഴും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ പെൺകുട്ടിക്ക് പറയാൻ മനസ്സുണ്ട് എങ്കിൽ പോലും ചുറ്റും നിൽക്കുന്നവർ അനുവദിക്കില്ലല്ലോ, പിന്നെ എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ബാലേന്ദ്രനും അലീനയും ഇങ്ങനെ ടെൻഷൻ അടിച്ച് കോടതിയുടെ പുറത്തിങ്ങനെ നിൽക്കും കേട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ ചങ്കും ഇങ്ങനെ ഇടിക്കും. അപ്പോൾ ആ അവസ്ഥയെ ശരിക്കും പെട്ടുപോകുന്നവരുടെ അവസ്ഥയൊന്നും ഓർത്ത് നോക്കി. എന്നാലും അവരെങ്ങനെ നിൽക്കുന്ന സമയത്ത് വക്കീൽ ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാട്ടോ വരുന്നത്. വക്കീലടുത്തേക്ക് വരുന്നേക്കും, എന്താ വക്കീൽ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു മേനോൻ സാറേ എന്ന് പറയും. അന്നേരം രക്ഷപ്പെട്ടെന്നോ, എന്താ കാര്യം എന്താണെന്ന് പറ എന്ന് പറയും. അന്നേരം ശരണി എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ബാലേന്ദ്രന് ഭയങ്കര അങ്ങ് എക്സൈറ്റഡ് ആയിട്ട്, എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ, ശരിക്കും പറ എന്നിങ്ങനെ പറയുക. അന്നേരം വക്കീൽ പറയുന്നുണ്ട്, ശരണ്യ പറഞ്ഞു മേനോൻ സാറിൻ്റെ മകൻ അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കും, അങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞപ്പം പ്രോസിക്യൂഷൻ ഭാഗം എതിർത്തില്ല എന്ന് ചോദിക്കുമ്പം എതിർത്തു, പുറത്തുനിന്നുള്ള ബാഹ്യ പ്രേരണ കൊണ്ടാണ് ഈ പെൺകുട്ടി ഇപ്പം ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞപ്പം ജഡ്ജി തന്നെ കാര്യങ്ങളെല്ലാം എടുത്തു ചോദിച്ചു, പുറത്തുനിന്ന് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ എന്തെങ്കിലും സമ്മർദ്ദമുണ്ടോ എന്നൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ചപ്പോഴും എല്ലാ കാര്യങ്ങളും നല്ല വെടുപ്പായിട്ട് ശരണ്യെ പറഞ്ഞു കൊടുത്തു. രോഹിത്തിനെ അറിയാം, രോഹിത്തിനെ കണ്ടിട്ടുണ്ട്, അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് ആ പെൺകുട്ടി നല്ല രീതിയിൽ പറഞ്ഞു. അതുമാത്രമല്ല വക്കീലും പോലീസുകാരും എല്ലാം രോഹിത്തിൻ്റെ പേര് പറയാൻ നിർബന്ധിച്ചു എന്നുള്ള കാര്യം കൂടി ശരണ്യ അവിടെ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ബാലേന്ദ്രന്. ഏതായാലും ബാലേന്ദ്രന് സന്തോഷമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ വക്കീൽ പറയുന്നുണ്ട്, ഇനി ഇപ്പം രോഹിത്തിന് ജാമ്യം കിട്ടുമായിരിക്കും, ബാക്കിയുള്ളവരുടെ കാര്യം അറിയത്തില്ല, അതിനിപ്പം നമുക്ക് കോടതി തുടങ്ങിക്കഴിഞ്ഞാലേ അറിയത്തുള്ളൂ, നമുക്ക് പിന്നെ കാണാൻ കേട്ടോ എന്ന് പറഞ്ഞാൽ വക്കീൽ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും അച്ഛാ നമ്മൾ രക്ഷപ്പെട്ടല്ലേ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടെ അലീന ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് നിൽക്കുക. അന്നേരം ബാലേന്ദ്രൻ അലീനയുടെ കൈ അങ്ങ് കൂട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, മോളെ നീ ആയിരുന്നു ശരി, അതെനിക്ക് ഇതുവരെ മനസ്സിലായില്ല, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞു വരുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. അത് കണ്ട അതിലേറെ സന്തോഷത്തോടെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന അലീനയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.